ഒരു ശാന്തമായ ഗ്രാമം. ചുറ്റും പച്ചപ്പും കാറ്റിന്റെ മൃദുവായ ശബ്ദവും. ആ ഗ്രാമത്തിലെ ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നത് അനു. അവൾക്ക് നഗരത്തിന്റെ തിരക്കിഷ്ടമല്ലായിരുന്നു. അവൾക്കിഷ്ടം ഈ ശാന്തത. പ്രതിദിനം രാവിലെ അവൾ വീടിനു സമീപമുള്ള തടാകത്തിനു സമീപം പോകും. അവിടെ ഇരുന്ന് പുസ്തകം വായിക്കുകയോ കാറ്റിന്റെ ശബ്ദം കേൾക്കുകയോ ചെയ്യും. ഒരു ദിവസം അവൾ അവിടെ ഇരിക്കുമ്പോൾ ആരോ ഗിറ്റാർ വായിക്കുന്ന ശബ്ദം കേട്ടു. അവൾ തിരിഞ്ഞു നോക്കി. അത് രോഹിത്തായിരുന്നു. നൈസ് പ്ലേസ് അല്ലേ? അവൻ ചിരിച്ചു ചോദിച്ചു. അനു തലകുനിച്ചു. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം, അവൾ പറഞ്ഞു. എനിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ വരുന്നത്, രോഹിത് പറഞ്ഞു. അവിടെ നിന്നാണ് അവരുടെ പരിചയം ആരംഭിച്ചത്. അടുത്ത ദിവസങ്ങളിൽ അവർ പതിവായി കണ്ടുമുട്ടി. രോഹിത് ഗിറ്റാർ വായിക്കും, അനു കേൾക്കും. നിനക്ക് സംഗീതം ഇഷ്ടമാണോ? രോഹിത് ചോദിച്ചു. അതെ, പ്രത്യേകിച്ച് ഇങ്ങനെ ശാന്തമായ സംഗീതം, അവൾ പറഞ്ഞു. അപ്പോൾ ഞാൻ നിനക്കായി മാത്രമൊരു പാട്ടെഴുതട്ടെ? അവൻ ചോദിച്ചു. അനു ചിരിച്ചു. നീ എഴുതിയാൽ ഞാൻ കേൾക്കും. ദിവസങ്ങൾ കടന്നു. അവരുടെ സൗഹൃദം വളർന്നു. രോഹിത്തിന്റെ സാന്നിധ്യം അനുവിന്റെ ജീവിതത്തിൽ സന്തോഷം നിറച്ചു. ഒരു ദിവസം രോഹിത് ഗിറ്റാർ വായിച്ച് ഒരു പുതിയ പാട്ടുപാടി. ഈ പാട്ട് നിനക്കായി, അവൻ പറഞ്ഞു. അനുവിന്റെ കണ്ണുകളിൽ സന്തോഷം. ഇത് വളരെ മനോഹരം. രോഹിത് അവളെ നോക്കി. കാരണം ഇത് ഹൃദയത്തിൽ നിന്നാണ് വന്നത്, നിനക്കായി. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം കാറ്റ് ശക്തമായി വീശുമ്പോൾ തടാകത്തിന്റെ സമീപത്ത് നിന്നുകൊണ്ട് രോഹിത് പറഞ്ഞു. അനു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അനു നിശബ്ദയായി. കാറ്റ് അവളുടെ മുടി തൊട്ടുപോയി. എനിക്ക് ഭയമാണ്, അവൾ പറഞ്ഞു. എന്തിന്? നമ്മൾ ഒരിക്കൽ വേർപിരിയുമോ എന്ന ഭയം. രോഹിത് അവളുടെ കൈ പിടിച്ചു. കാറ്റ് നമ്മളെ വേർപെടുത്തില്ല, അത് നമ്മളെ ഒരുമിച്ച് നിർത്തും. അവളുടെ കണ്ണുകളിൽ ഒരു വിശ്വാസം. ഞാനും നിന്നെ സ്നേഹിക്കുന്നു, അവൾ പറഞ്ഞു. അത് അവരുടെ പ്രണയത്തിന്റെ തുടക്കം. കാലം കടന്നു. അവരൊരുമിച്ച് ജീവിതം ആസ്വദിച്ചു. ചെറിയ സന്തോഷങ്ങൾ. ഗിറ്റാർ സംഗീതം, തടാകത്തിനരികിലെ സമയം, കാറ്റിന്റെ ശബ്ദം. ഒരു ദിവസം രോഹിത് പറഞ്ഞു, എനിക്ക് നഗരത്തിലേക്ക് പോകണം, എന്റെ സ്വപ്നങ്ങൾ പിന്തുടരാൻ. അനുവിന്റെ ഹൃദയം തകർന്നു. എത്ര കാലം? അറിയില്ല, പക്ഷെ ഞാൻ തിരികെ വരും, അവൻ പറഞ്ഞു. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ കാത്തിരിക്കും. രോഹിത് പോയി. ദിവസങ്ങൾ കടന്നു. അവൾ ഓരോ ദിവസവും തടാകത്തിനരികിലെത്തി, അവനെ ഓർത്തുകൊണ്ട്. ഒരു ദിവസം അവളവിടെ ഇരിക്കുമ്പോൾ വീണ്ടും ഗിറ്റാർ ശബ്ദം. അവൾ തിരിഞ്ഞുനോക്കി. രോഹിത്, നീ തിരികെ വന്നു, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. എന്റെ പാട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അതിനാൽ ഞാൻ തിരികെ വരേണ്ടി വന്നു, അവൻ ചിരിച്ചു. അവൾ ഓടിവന്ന് അവനെ ചേർന്നു. കാറ്റ് വീണ്ടും വീശി. പക്ഷെ ഇപ്രാവശ്യം അതവരുടെ പ്രണയത്തെ കൂടുതൽ ശക്തമാക്കി. കാറ്റിൽ വന്ന ആ പ്രണയം ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പോകാതെ നിന്നു. നഗരത്തിലെ ഒരു വലിയ ആശുപത്രി. ദിവസവും ആളുകളുടെ തിരക്ക്, കണ്ണീരുകൾ, പ്രതീക്ഷകൾ. അതിന്റെ നടുവിൽ ജോലി ചെയ്യുകയായിരുന്നു ഡോക്ടർ ആയിഷ. ആയിഷയ്ക്ക് ജീവിതം ഒരു ഉത്തരവാദിത്തമായിരുന്നു. രോഗികളെ രക്ഷിക്കുകയാണ് അവളുടെ ലോകം. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവൾക്ക് സമയമുണ്ടായിരുന്നില്ല. ഒരു ദിവസം ആശുപത്രിയിൽ പുതിയൊരു രോഗിയെത്തി, റേഹാൻ. ഒരപകടത്തിൽ പരിക്കേറ്റ അവൻ കുറച്ചു ദിവസങ്ങൾ അവിടെ തന്നെ കഴിയേണ്ടി വന്നു. ആയിഷ അവനെ ചികിത്സിക്കാൻ നിയോഗിക്കപ്പെട്ടു. ഡോക്ടർ, എനിക്ക് എത്ര ദിവസം ഇവിടെ കഴിയണം? റേഹാൻ ചോദിച്ചു. നിങ്ങൾ സുഖപ്പെടുന്നതുവരെ, അവൾ ശാന്തമായി മറുപടി നൽകി. ആദ്യത്തിൽ അതൊരു സാധാരണ ഡോക്ടർ-രോഗി ബന്ധം മാത്രമായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കടന്നപ്പോൾ അവരുടെ ഇടയിൽ ഒരു ചെറിയ ബന്ധം വളരാൻ തുടങ്ങി. നിങ്ങൾ ഒരിക്കലും ചിരിക്കില്ലേ? റേഹാൻ ചോദിച്ചു. ആയിഷ അല്പം ആശ്ചര്യപ്പെട്ടു. എനിക്ക് സമയമില്ല. ചിരിക്കാൻ സമയം കണ്ടെത്തണം, അത് നല്ലൊരു മരുന്നാണ്, അവൻ ചിരിച്ചു പറഞ്ഞു. ആ വാക്കുകൾ ആയിഷയെ ചിന്തിപ്പിച്ചു. അടുത്ത ദിവസങ്ങളിൽ റേഹാൻ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. അവന്റെ തമാശകൾ, അവന്റെ ലളിതമായ സ്വഭാവം, അവയെല്ലാം ആയിഷയുടെ ഹൃദയം അല്പം മാറ്റി. ഒരു ദിവസം അവൾ അനായാസം ചിരിച്ചു. റേഹാൻ അത് കണ്ടു. ഫൈനലി ഡോക്ടർ ചിരിച്ചു, അവൻ പറഞ്ഞു. ആയിഷയ്ക്കും ചിരി വന്നു. കാലം കടന്നു. റേഹാൻ ധീരെ ധീരെ സുഖപ്പെട്ടു. പക്ഷെ അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി. നിങ്ങൾക്ക് എന്താണിഷ്ടം? റേഹാൻ ചോദിച്ചു. ശാന്തത, ആയിഷ പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളുടെ ശാന്തതയിൽ ഒരു ശബ്ദമാകാമോ? അവൾ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവരുടെ ഹൃദയം മറുപടി നൽകി. ഒരു ദിവസം റേഹാൻ ഡിസ്ചാർജ് ആകേണ്ടി വന്നു. നിങ്ങൾ പോകുന്നുവോ? ആയിഷ ചോദിച്ചു. അതെ, പക്ഷെ ഞാൻ തിരികെ വരാം. രോഗിയായി? അവൾ ചിരിച്ചു ചോദിച്ചു. ഇല്ല, നിന്റെ ജീവിതത്തിന്റെ ഭാഗമാകാൻ, അവൻ പറഞ്ഞു. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു.
രേഹാൻ പോയി. ആശുപത്രി പഴയപോലെ തിരക്കേറിയതായിരുന്നു. പക്ഷെ ആയിഷയ്ക്ക് എന്തോ കുറവുണ്ടെന്ന് തോന്നി. അവൾക്കിപ്പോൾ ഓരോ ദിവസവും ആരെയോ കാത്തിരിക്കാനായി. ഒരു ദിവസം ആശുപത്രിയുടെ പുറത്തേക്ക് പോകുമ്പോൾ ആരോ വിളിച്ചു, "ഡോക്ടർ." അവൾ തിരിഞ്ഞുനോക്കി. രേഹാൻ. "നീ?" "ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തിരികെ വരും." അവൻ ചിരിച്ചു. ആയിഷയുടെ കണ്ണുകളിൽ സന്തോഷം. "എനിക്കൊരു കാര്യം പറയണം," രേഹാൻ പറഞ്ഞു. "എന്താണ്?" "ഞാൻ നിന്നെ സ്നേഹിക്കുന്നു." ആയിഷ നിശബ്ദയായി. അവളുടെ ഹൃദയം വേഗത്തിൽ തട്ടിത്തുടങ്ങി. "ഞാൻ നിന്റെ ജീവിതത്തിൽ ഒരു രോഗിയല്ല, ഒരു പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നു," അവൻ പറഞ്ഞു. അവൾ കുറച്ചു സമയം ചിന്തിച്ചു. പിന്നീട് അവൾ ചിരിച്ചു. "നിനക്കറിയാമോ, നീ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മരുന്നാണ്," അവൾ പറഞ്ഞു. രേഹാൻ ചിരിച്ചു. "അപ്പോൾ ഞാൻ എപ്പോഴും നിന്നോടൊപ്പമുണ്ടാകും." അവർ ഒരുമിച്ച് നടന്നു, ഒരു പുതിയ ജീവിതത്തിലേക്ക്. ആശുപത്രി